205 നമ്പർ മുറി അവിടെയാണ് അഖില എന്ന് പറയുന്ന കൊല്ല സ്വദേശിയെ സുഹൃത്ത് ബിനു കൊലപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഞാൻ കയറി പോലീസുകാരുടെ അടുത്ത് ചോദിച്ചു. അപ്പം അറിയാലോ, ഇവരോടൊന്ന് റൂം സ്ഥിരമായി എടുക്കാറെന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ 3 മാസത്തിനകം 2 or 4 വർഷം ഇവരൊന്ന് ഒരുമിച്ച് താമസിച്ചിട്ട് പറഞ്ഞു. പ്രശാന്തേ, കഴിഞ്ഞ 2 ദിവസം മുന്നേ കൊല്ലം ആയൂരിൽ കട ഉടമയും അവിടുത്തെ ജീവനക്കാരിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അതേപോലെ തന്നെ ഇപ്പൊ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു യുവതി ആലുവ ലോഡ്ജിൽ കഴുത്തിൽ ഷോളിട്ട് വലിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തിയ രീതിയിൽ കാണപ്പെട്ടു. എന്താണ് ഇതിനെക്കുറിച്ച് പ്രശാന്തിന് പറയാനുള്ളത്? ചേച്ചി, ഇതിനെക്കുറിച്ച് ആദ്യം പറയേണ്ടത് രണ്ടിനും ഒരു കണക്ഷൻ ഉണ്ട്. അതെ, അവിഹിതമാണ് രണ്ടിൻ്റെയും കണക്ഷൻ. ശരിയാണ്. ഈ പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, വേലിയാടിയ പശുവിന് കോലുകൊണ്ടാണ് അന്ത്യം എന്ന് പറയുന്ന പോലെ തന്നെ വേലിയാടുന്ന പെണ്ണുങ്ങളുടെ അന്ത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കയർത്തുമ്പിലോ അല്ലെങ്കിൽ ഒരു ഷോളിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു കത്തി മുനയിലാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചർച്ചയാകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ സംഭവം നടന്നിരിക്കുന്ന ആലുവ നഗരമധ്യത്തിലാണ്. ഏറ്റവും തിരക്കേറിയ മെയിൻ റോഡിൽ ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തോട്ടുങ്കൽ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ലോഡ്ജ്, അത് ഒരു 2nd ഫ്ലോറിലാണ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 2nd ഫ്ലോറിലാണ് ഈ പറയുന്ന ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലും താഴെയും എല്ലാം തന്നെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ എല്ലാ ഞായറാഴ്ചയും അവിടുത്തെ നിത്യസന്ദർശകർ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 തവണയൊക്കെ അവിടുത്തെ നിത്യസന്ദർശകരാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലോഡ്ജ് ഉടമകൾക്കും ഇവരെ നല്ല പരിചയമുണ്ട്. ആദ്യം ഈ പറയുന്ന പ്രതി ബിനു ചടയമംഗല സ്വദേശിയാണ്, ഡ്രൈവറാണെന്ന് പറയപ്പെടുന്നു. കണ്ടാൽ സുമുഖൻ, സുന്ദരൻ, പക്ഷേ കയ്യിലിരിപ്പ് വളരെ മോശം എന്ന് പറഞ്ഞതുപോലെ ബിനു ആണ് കൊലയാളി. ബിനു ഇപ്പം ആലുവ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ബിനു ആദ്യം എത്തുന്നു, ഈ പറയുന്ന ലോഡ്ജിലേക്ക് ബിനു ആദ്യം എത്തുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം ഈ പറയുന്ന അഖില എന്ന് പറയുന്ന, ഇൻസ്റ്റഗ്രാമിൽ അഖില എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പക്ഷേ ഇവരുടെ പേര് ഇൻസ്റ്റഗ്രാമിൽ അമ്പാടി വാവ, തമിഴിൽ ശ്രീവാവ എന്ന് പറയും. ആള് അത്യാവശ്യം ഫെയിമാണ്. ഏകദേശം 80K മുകളിൽ ഫോളോവേഴ്സ് ഉള്ള അത്യാവശ്യം റീച്ചഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. പിന്നെ ചേച്ചിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മരിച്ചവരെ കുറിച്ച് കുറ്റം പറയാനാണ്, ഇത് കുറ്റമല്ല. ഇപ്പോഴത്തെ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ അത്യാവശ്യം തൻ്റെ ഫോളോവേഴ്സിന് അത്യാവശ്യം എന്തൊക്കെ കാണിച്ചാൽ ലൈക്കും കമൻറ്റും കിട്ടാമോ അതൊക്കെ കാണിച്ചു തന്നെ വന്നിട്ടുള്ള സ്മോക്കർ ഗേൾ എന്ന് ഇൻസ്റ്റഗ്രാമിൽ അറിയപ്പെടുന്ന സ്മോക്കർ ഗേൾ എന്ന് ഇൻസ്റ്റഗ്രാമിൽ അറിയപ്പെടുന്ന വളരെ അടക്ക ഒതുക്കമുള്ള ഒരു കുട്ടിയാണ്. ഒരിക്കലും കുട്ടി ഇങ്ങനെ മരണപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആള് വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാം. കത്തിച്ച സിഗരറ്റിലേക്ക് പുകയൂതി പറത്തിക്കൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ ഡിയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം സിഗരറ്റ് തന്നെയായിരുന്നു. പിന്നെ താടിക്കാരൻ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. ഇപ്പം പിടിയിലായിരിക്കുന്ന പ്രതിക്കും താടിയുണ്ട്. എന്തായാലും താടിക്കാരൻ കലിപ്പൻ്റെ കാന്താരി കളിക്കാൻ പോയിട്ട് കാന്താരിയുടെ കഴുത്തിൽ കലിപ്പൻ താലിക്ക് പകരം ഷോള് മുറുക്കി ഇപ്പം ഡെഡ് ബോഡി ഇപ്പോൾ ആലുവ ഈ ലോഡ്ജിൽ കിടക്കുന്നു. ഏതാനും ഇപ്പം നമ്മളിത് എടുക്കുന്ന സമയത്ത്, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലോഡ്ജിലെ മുറിയിലുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം ആലുവ ആശുപത്രിയിലേക്ക്, അതായത് ജില്ലാ ആശുപത്രിയിലേക്ക്, എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊല്ലത്തേക്ക് കൊണ്ടുപോകും. കുണ്ടറ സ്വദേശിനിയാണ്. അപ്പം ഈ പറഞ്ഞ നമുക്ക് സംസാരിച്ചതിനകത്ത് തുടക്കത്തിൽ പറഞ്ഞ വിഷയം ആയൂരിലെ വിഷയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഒരു ചെടിക്കടയിലെ ജീവനക്കാരൻ, ഒരു മെലിഞ്ഞിട്ട് ഒരു അത്യാവശ്യ പ്രായമുള്ള ഒരാൾ. ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതിൽ, സർവവും തകർന്നവനെ പോലെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഗോഡൗണിൻ്റെ മുന്നിൽ കൈകൾ മാറത്ത് കെട്ടി നിൽക്കുന്ന ഒരു പാവം മധ്യവയസ്കൻ. സാറേ ഒന്ന് കണ്ടോട്ടെ, ഞാൻ ആ മുഖമൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് ആ മൃതദേഹത്തിന് നേർക്ക് വരുമ്പോൾ പോലീസ് മാറെന്നും പറഞ്ഞ് തള്ളി നിൽക്കുമ്പോൾ അവിടെ ആരോ പറയണം, സാറേ ഭർത്താവാണ്. പിന്നീട് അയാളെ ആംബുലൻസിലേക്ക് കയറ്റിയ ബോഡി ആംബുലൻസിൻ്റെ സ്ലൈഡ് ഡോർ തുറന്ന് കാണിക്കുമ്പോൾ അയാൾ ആ മൃതദേഹത്തിലേക്ക് കെട്ടിപ്പിടിച്ച് കരയുകയാണ്.
അപ്പൊ അത് കണ്ടു നിന്നവരുടെ കണ്ണ് നനയിക്കുന്ന ഒരു രംഗം. തീർച്ചയായിട്ടും. ഇന്നത്തെ വിഷയം ആലുവയിൽ സഹോദരൻ എന്ന് പറയപ്പെടുന്നു ഒരു വ്യക്തി പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്നു. അയാൾക്ക് ഒരു കാലിന് സ്വാധീനക്കുറവുള്ളൊരു വ്യക്തി. അയാൾ കരഞ്ഞുകൊണ്ട് അയാൾ സ്റ്റെപ്പ് കയറി പോവുകയാണ് സ്വന്തം സഹോദരിയുടെ മൃതദേഹം കാണാനായിട്ട്. ഒരിക്കലും ഒരു കുടുംബവും തൻ്റെ ഉറ്റവരെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രായം എന്താ പറയുക, ഒരു പരിധിക്ക് മേൽ പ്രായമുണ്ടായി മരണപ്പെട്ടു പോയെങ്കിൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റില്ല. ഇത് 40, 45, 38, 39 ഒക്കെ വയസ്സുള്ള യുവാക്കളും യുവതികളും ഇതിനെയൊക്കെ പ്രണയം എന്നാണ് അവർ പേരിട്ട് വിളിക്കാന്നുണ്ടെങ്കിലും എൻ്റെ ഭാഷയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് പ്രണയമല്ല, ഇത് കാമമാണ്. അത് കാമം എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും സ്വന്തം പങ്കാളിയിൽ തീരണം. അത് പലരിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. വീട്ടുകാർ കണ്ടുപിടിച്ച് കെട്ടിച്ച് നൽകിയിട്ടുള്ള ഭാര്യയുണ്ട്, ഭാര്യമാർക്കാണെങ്കിൽ ഭർത്താവുണ്ട്. അവരിൽ നിന്ന് കിട്ടാത്ത കൂടുതൽ സൗഭാഗ്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എങ്ങാനും നമ്പർ മാറി മിസ് കോൾ ചെല്ലുമ്പോൾ പിന്നീട് വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങളിലൂടെ തേനും പാലും ഒഴുക്കുന്ന ഒരാൾക്കും സ്വന്തം ഭർത്താവിന് തരാൻ പറ്റാത്ത ഒരു സൗഭാഗ്യങ്ങളും ഒരു സുഖങ്ങളും ഒരു സ്ത്രീക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ടുള്ളൊരു ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളി എന്ന ഇലയിൽ വീണാലും കേട് ഇലക്കാണ് എന്ന് പറയുന്നത് പോലെ ആണുങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാലും നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചാലും ഒടുക്കം നെഞ്ചത്തടിച്ച് കരയുന്നത് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ മക്കളും മാത്രമായിരിക്കും. ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഇപ്പം ഇന്നത്തെ മരണത്തിലേക്ക് തന്നെ വരാം, അതിനുശേഷം ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ മരണത്തിൽ കൊല്ലം സ്വദേശിനിയായിട്ടുള്ള കുണ്ടറ സ്വദേശിനിയായിട്ടുള്ള അഖില എന്ന് പറയുന്ന ശ്രീവാവ എന്നറിയപ്പെടുന്ന അമ്പാടി വാവ എന്ന ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെടുന്ന 42, 48, 40, 42 എങ്ങാണ്ട് 38-40 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു യുവതിയാണ്. ഈ പറയുന്ന ആലുവയിലെ തോട്ടുങ്കൽ ലോഡ്ജിലെ 256 നമ്പർ റൂമിൽ കഴുത്തിൽ ഷോള് കുരുങ്ങി മരണപ്പെട്ട നിലയിൽ കിടക്കുന്നത്. ഈ എന്തിന് കൊല്ലപ്പെട്ടു എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത്. അത് ഒരു വിവാഹ അഭ്യർത്ഥനയാണ്. എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ഈ പറയുന്ന അഖിലയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ബിനു കഴുത്തിൽ ഷോളിട്ട് കുരുക്കി കൊല്ലുന്നു. ഈ പറയുന്ന ബിനു എന്തുമാത്രം തേനും പാലും ഒഴുക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഈ അഖില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം, നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല, അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിയായിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന ആലുവയിലെ ലോഡ്ജിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു ലോഡ്ജിൽ ഒരു അന്തിമയങ്ങണ നേരത്ത് ഒരു യുവതിയും യുവാവും കൂടെ റൂമെടുത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ സംസാരിക്കാണ്ട് വന്നിരിക്കുന്നതല്ലെന്ന് അത്യാവശ്യം ചോറ് കഴിക്കുന്ന മലയാളിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കത്തുന്നത് നമ്മൾ മലയാളികൾക്കാണ്. സംസാരിക്കുകയാണെങ്കിൽ വഴിയിൽ ഇഷ്ടംപടി സ്ഥലമുണ്ട്. ഇത് എറണാകുളമാണ്, അല്ലാതെ ഒരു നാട്ടുമ്പുറമല്ല. ഇവിടെ രാത്രി പുലരുന്നത് വരേക്കും യുവതി യുവാക്കൾ ഇറങ്ങി നടക്കുന്ന എള്ളിട്ടാൽ താഴാത്ത ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല. അതിൽ തന്നെ ആലുവ എന്ന് പറയുന്ന സ്ഥലമാണെങ്കിലും എപ്പോഴും ജനനിബിഡമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെ ഈ കളമശ്ശേരിയൊക്കെ രാത്രിയിൽ ഈ കളമശ്ശേരി സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള തട്ടുകടയിലൊക്കെ ഞാനൊരു ആക്സിഡൻറ്റുമായിട്ട് ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഏകദേശം 3 മണി സമയത്ത് പോലും ഏതൊക്കെ ഹോസ്റ്റലുകളിൽ നിന്നുള്ള യുവതി യുവാക്കൾ അവിടെ വന്ന് ആർത്തുല്ലസിച്ച് കോഫി കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ജനറേഷൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൈ കടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ലോഡ്ജിൽ വന്ന് റൂം എടുക്കുന്ന എന്തിനായിരിക്കാം? ഉദ്ദേശം ദുരുദ്ദേശം. ഓക്കെ, അപ്പം ഈ ഇത്രയും മോഹന വാഗ്ദാനങ്ങൾ നൽകി തൻ്റെ കിടപ്പറയിൽ എത്തിച്ച യുവതിയെ കൊന്നതിന് ശേഷം തൻ്റെ സുഹൃത്തുക്കൾക്ക് വീഡിയോ കോൾ ചെയ്ത് ആ മൃതദേഹം കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ അവളെ കൊന്നു. സുഹൃത്തുക്കൾ പേടിച്ചിട്ട് അതിലൊരു സുഹൃത്ത് ആലുവ സ്റ്റേഷനിൽ വിളിച്ചു പറയുന്ന അനുസരിച്ച് ആലുവ പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മൃതദേഹത്തിനരികിൽ യാതൊരു കൂസലുമില്ലാതിരിക്കുകയാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ പോലീസിന് ഇയാളെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നില്ല. ഇതേ സംഭവത്തിലേക്ക് ഇനി ഇതിന്റെ മറ്റൊരു സൈഡാണ് ഈ പറയുന്ന ആയൂര് നടന്നിട്ടുള്ളത്. ഇവര് മുൻപ് എനിക്ക് തോന്നുന്നത് കൊല്ലപ്പെട്ട അയാളുടെ പേര് സലിം എന്നാണെന്ന് തോന്നുന്നു. ഈ അലി എന്ന് പറയുന്ന ഒരു മലപ്പുറം, കോഴിക്കോടോ മലപ്പുറം എങ്ങാണ്ട് സ്വദേശിയാണ്. ഈ ആയൂര് തൂങ്ങി മരിച്ച ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കോഴിക്കോട് അലി. അപ്പൊ അലി ആദ്യം വേറൊരു ബിസിനസ്സാണ്, ഈ തുണിക്കടയല്ല, മറ്റൊരു ബിസിനസ്സാണ് കൊല്ലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നാണ് ഈ കൊല്ലപ്പെട്ട ദിവ്യമോൾ അവിടെ ജോലിക്കായിട്ട് ചെല്ലുന്നത്. പക്ഷെ
അതിനുശേഷം അലിക്ക് അന്നൊരു പാർട്ണർ ഉണ്ടായിരുന്നു. ആ പാർട്ണറുമായിട്ട് അലി പിരിഞ്ഞ് ആയൂര് ലാവിഷ് എന്നു പേരുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആരംഭിക്കുകയാണ്. ആയൂര് അത്ര ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലത്തൊന്നുമല്ല, പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര ടെക്സ്റ്റൈൽ ഷോപ്പാണ്. പക്ഷേ AC അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ താഴെ, ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ താഴെയായിട്ട് ഒരു ഗോഡൗൺ പോർഷൻ ഉണ്ട്. അവിടെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഇയാളുടെ അലിയുടെ ഓഫീസ് റൂമുണ്ട്. അപ്പം അതിനുള്ളിലാണ് ഇവർ തൂങ്ങി നിൽക്കുന്നത്. അപ്പം ഇവർ പറയുന്നത് എന്താണ്, ഈ കോയമ്പത്തൂരും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തുണിയെടുക്കാനായിട്ട് അലിയുടെ കൂട്ടത്തിൽ പൊക്കോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദിവ്യാമോളാണ്. അപ്പം വീട്ടുകാർ കരുതി അങ്ങനെ പോകുന്നു എന്നാണ്. പക്ഷെ ഇവരെവിടെ ഉണ്ടായിരുന്നു? ഇവർ ഈ പറയുന്ന ഈ റൂമിനുള്ളിലുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള ഈ പറയുന്ന അഖില ഇവിടേക്ക് വരുന്നു, ഇവിടെ കൊല്ലപ്പെടുന്നു. ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല, ഈ പറയുന്ന തിരുവനന്തപുരത്ത് കഠിനംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആതിര എന്ന് പറയുന്ന ഒരു യുവതി, അദ്ദേഹത്തിന്റെ ആ യുവതിയുടെ ഭർത്താവ് ഒരു പൂജാരിയായിരുന്നു. അദ്ദേഹം പൂജയ്ക്ക് പോകുന്ന സമയത്ത് ജോൺസൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് വീട്ടിൽ വരുന്നു. ഈ ആതിര കൊല്ലപ്പെടുന്നത് പോലും ഈ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുമായുള്ള ശാരീരിക ബന്ധത്തിനിടയിൽ കഴുത്തിലേക്ക് കത്തി ആഴ്ത്തപ്പെട്ടാണ്. അപ്പൊ ഇത്തരം ബന്ധങ്ങളുടെ പിന്നിലെന്ന് പറയുന്നത് സ്നേഹമല്ല, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, കാമം മാത്രമാണ്. ഇനിയെങ്കിലും സ്ത്രീകൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ പത്രങ്ങളിൽ ഇതുപോലെ വാർത്തകളാകും. ഇൻസ്റ്റാഗ്രാമിലെ നിങ്ങളുടെ ഫോളോവേഴ്സ് 1-2 ദിവസം നിങ്ങളുടെ ഫോട്ടോ ഇട്ട് സങ്കടപ്പെടും. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ഈ കളവൊഴിഞ്ഞു പോയി. പക്ഷെ നിങ്ങൾക്കൊരു കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവാം, സഹോദരന്മാരുണ്ടാവാം, മാതാപിതാക്കളുണ്ടാവാം. അവരൊക്കെ അറിയപ്പെടുന്നത് സ്വന്തം ശരീരസുഖം തേടി പോയി കൊല ചെയ്യപ്പെട്ട ഒരുവളുടെ മാതാവെന്നോ അല്ലെങ്കിൽ മക്കളെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ ഇനി ഒരു യുവതിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. പലതുണ്ട്, അതിൽ കൊടുങ്ങാതിരിക്കട്ടെ.